മയക്കുമരുന്നിന്റെ അതിപ്രസരം എങ്ങനെ നമ്മുടെ കേരളത്തെ ബാധിച്ചിരിക്കുന്നുവെന്ന് സാറോടെ വിശദീകരിച്ചല്ലോ. പക്ഷേ അതിനെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. കൊച്ചി കേന്ദ്രമാക്കി അടുത്തിടെയായി അനധികൃതമായി നടന്നുവരുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ പരിഗണിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ശക്തമായ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ ഞങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു സ്പെഷ്യൽ നാർക്കോട്ടിക് സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കൊച്ചിയിലെ കായൽ തുറമുഖ മേഖലകളിലെ രൂക്ഷമായ കള്ളക്കടത്തിനെ നേരിടാൻ പെട്രോളിംഗ് സൗകര്യവും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റംസ് ക്ലിയറൻസിലെ അപാകതകൾ നിരീക്ഷിക്കുന്നതിലേക്ക് ഒരു സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് വിങ്ങും രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഇപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങിയാൽ നമുക്ക് പ്രശ്നമാവുമല്ലോ. ഈ ഒച്ചപ്പാടൊക്കെ കുറച്ച് കഴിയുമ്പോൾ അടങ്ങില്ലേ? അടങ്ങണം. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ നമുക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റുക? ആ ചെക്ക് കൊടുത്തേക്കൂ. സേട്ടിന് പോകാൻ സമയമായി കാണും അല്ലേ? ഈ ബന്ധം തുടരണം. അടുത്ത ലോട്ട് വരുമ്പോൾ ഞാൻ അറിയിക്കാം. അറിയിക്കണമെന്നില്ല, ഞാൻ അറിഞ്ഞോളാം. അപ്പോ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം. എന്താ? ഉവ്വ. അയാൾ ഏത് ഫ്ലൈറ്റിനാണ് പോകുന്നത്? ലാസ്റ്റ് ഫ്ലൈറ്റ്. അയാൾ പോകുന്ന വഴിക്ക് ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നുവെന്ന് എനിക്കറിയണം. ആ പയ്യൻ നാളെ എത്തും. എവിടെ എങ്ങനെയെന്ന് നാളെ അറിയിക്കാമെന്ന് പറഞ്ഞത്. അവന് എന്നെ സംശയമുണ്ട് അല്ലേ? അവൻ വരുന്നുണ്ട്. ധൃതി വേണ്ട, ശബ്ദവും വേണ്ട. എനിക്കിവിടെ പോലീസിനെ വരുത്താൻ ഇഷ്ടമില്ല. സാധനോട് അതിനു മുമ്പ് എനിക്ക് ആളെ കാണണം. അയാളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആളൊക്കെ എവിടെ ഉണ്ട്? പക്ഷെ അതിനു മുമ്പ് സ്റ്റഫ് കാണണം, വെയിറ്റ് ചെയ്തറിയണം. എന്നിട്ട് സംസാരോ ബിസിനസ്സോ എന്ത് വേണേലാകാം. ആ ശരി. എത്ര കിലോ ഉണ്ടത്? 12. ആ പാക്കേജ് പൊട്ടിക്ക.
ആവശ്യമുള്ളപ്പോ ഒരു സാധനം വെച്ച ഇവിടെ കാണുന്നത്. ഇതേ എന്റെ യൂണിഫോമിന്റെ പാൻസ് എവിടെ? എന്റെ പാൻസ് എവിടെയെന്ന്? അവിടെ അലമാരിയിൽ കാണും. ദേ വരുന്നു മോനേട്ടാ. ആ കുന്തലൊന്നും കാണുന്നില്ല. ഗീതേ, ദീപു, ദീപു ദേ അച്ഛൻ വിളിക്കുന്നു. രണ്ട് മൂന്ന് ഗീതേ, എടി ദീപു നിന്നെ അച്ഛൻ വിളിക്കുന്നു. എടി ദീപു, ഒന്ന് ചെല്ലടി പെണ്ണെ. ഈ കുട്ടികൾ എവിടെ പോയി? അച്ഛന്റെ പാന്റ് നെറ്റിയുടെ അടിയിൽ ഒളിച്ചിട്ടുണ്ട്. ഒരു പാൻസ് പോലും തെരഞ്ഞു പിടിക്കാൻ അറിയാത്ത ആഫീസർ. ഇതങ്ങോട്ട് നേരത്തെ പറഞ്ഞൂടായിരുന്നു. കളിക്കാൻ കണ്ട നേരം. കളിച്ചത് ഞാനല്ല, അച്ഛനെ ഇപ്പൊ വിടരുതെന്ന് കരുതി പിള്ളേര് മാറ്റി വെച്ചതാ. അയ്യോ, ദോശ കരിഞ്ഞാണ്. ഹലോ, ആ വാർപ്പില്ലോ? ഞാനിത് ഇറങ്ങി. ആ വണ്ടി വിട്ടേക്ക്. ശരി. അച്ഛൻ വരുന്നുണ്ട്. എന്തോ പണി പറ്റിച്ച പോലെയാണല്ലോ നിൽക്കുന്നത് രണ്ടുപേരും. ഓ, ഇന്നച്ഛന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അച്ഛനങ്ങ് മറന്നുപോയല്ലോ. എവിടെ നിങ്ങളുടെ നേതാവിനെ കണ്ടില്ലല്ലോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ തൊഴിലൊന്നുമില്ല ലക്ഷ്മിക്കുട്ടി. ഇത് എന്ത് കോലവാ? കോലോ? ചേട്ടന് ഫാഷനെ പറ്റി വല്ലതും അറിയാമോ? ബോംബെയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണ്. മതി 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 മതി. ഈ ടി വി ഇവിടുന്ന് പോകാൻ നീ ഒന്നും ഗുണം പിടിക്കുക. കേക്ക് മുറിക്കച്ചാ. ഇതിലെ തിരി എണ്ണിയാ എനിക്ക് 4 വയസ്സേ ആയിട്ടുള്ളൂ. 40 തിരി മേടിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഉടുപ്പ് മേടിക്കുന്ന എങ്ങനെയാ? കൊള്ളാം, നല്ല പെങ്ങളാ. ചേട്ടന്റെ പിറന്നാള് ഉടുപ്പ് മേടിച്ചത് അവളും. അത് പിന്നെ എന്തായാലും ഈ ഉടുപ്പ് തിരിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ മാന്യമായ ഒരെണ്ണം വാങ്ങും. അതിനിപ്പോ ആ ഉടുപ്പിന് എന്താ ഒരു തെറ്റാവുക? നന്നായി ചേരും. നീ ഒറ്റ ഒരുത്തിയാ ഇവിടെ വഷളാക്കുന്നത്. ഞാൻ പോട്ടെ. അയ്യോ ചേട്ടാ, കാപ്പി കുടിച്ചിട്ട് പോ. ഞാൻ വന്നിട്ട് കഴിക്കാം, സമയമായിന്ന്. എപ്പോഴാ കണ്ടത്? About 6. ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് പണിക്ക് വന്നപ്പോഴാണ് കണ്ടത്. എനി പോസിബിലിറ്റി ഓഫ് മർഡർ? മർഡർ ഇപ്പൊ ഒന്നും പറയാൻ വയ്യ സാർ. ആളാരാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ഇല്ല സാർ. I see. രാമേന്ദ്രൻ, ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ബ്രൗൺ ഷുഗറോ മറ്റാണെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. പാക്കറ്റ് എവിടെ? നോ പ്രസാദ്, ഇത് ബ്രൗൺ ഷുഗർ അല്ല, ഇത് സെറോയിൻ. ഇതും ആ ബോഡിയിൽ നിന്ന് കിട്ടിയാണ്. ഷിൽട്ടൺസ് ബാർ ആൻഡ് ഹോട്ടൽ, ഹാരിസൺ റോഡ്, കൊച്ചിൻ.
എനിക്ക് ഇയാളെ അറിയാമല്ലോ. മിസ്റ്റർ ജയകുമാർ, അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കസ്റ്റംസ് ഇൻ സെൻട്രൽ എക്സൈസ്. ഹംസ വരുന്നുണ്ട്. ഉം. എന്താ ഹംസേ? ഇക്ക എനിക്ക് മനസ്സിലായി. നിനക്ക് ഇനി ചരക്ക് വേണം, തരാം. നല്ലൊരു കൺസൈൻമെന്റ്, പക്ഷേ റെഡി ക്യാഷ്. റെഡി ക്യാഷിനോ? അല്ലാതെ കഴിഞ്ഞ തവണ നീ വിറ്റത് എന്ത് വിലക്കാണെന്ന് ഞങ്ങൾക്കറിയാം. ഏൽപ്പിച്ച തുക എത്രയാണെന്നും അറിയാം. വിശ്വസ്തരല്ലാത്തവരെ എനിക്ക് ആവശ്യമില്ല. അതിപ്പോ ഇക്ക എന്റെ കയ്യിൽ റെഡി ക്യാഷ് തരാനില്ല. ഇപ്രാവശ്യം കൂടി പഴയതുപോലെ ഞാൻ കറക്റ്റ് പേയ്മെന്റ് തന്നോളാം. കറക്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നത് ഈ ഖാലിദായിരിക്കില്ല, അത് മറക്കണ്ട. ശരി ഇക്ക. എന്തു പറയണം എന്നെനിക്കറിയില്ല. മോഹൻ അറിയുവോ? അവൻ 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് 21. ജയന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കുമുണ്ട് ഒരു ഫാമിലി. എന്റെ മോനോട് ചെയ്തവരെ എത്രയും വേഗം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ജയൻ. ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കരുതരുത്. അതിരിക്കട്ടെ, ജയൻ ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയണം, എന്നോട് സഹകരിക്കും. ജയൻ ഇപ്പൊ ചെയ്യേണ്ടത് അതാണ്. എന്റെ ഫാമിലി ബോംബെയിലാണെന്ന് അറിയാമല്ലോ. എന്റെ ഭാര്യ അവരുടെ ബാങ്കിൽ ജോലി ചെയ്യുന്നു. പിന്നെ കിഷോറും ഹരിക്കുട്ടനും. കിഷോർ പാവമായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം അവൻ MBAക്ക് ചേർന്നു. അവന്റെ കൂട്ടുകാരെ പറ്റി എന്തെങ്കിലും? ഹി നെവർ ഹാഡ് ഫ്രണ്ട്സ്. കോളേജ് വിട്ടാൽ നേരെ വീട്ടിലേക്ക്, പിന്നെ വായന. ഒരു ഇന്ററോഗേഷനുള്ള സമയമല്ല ഇത് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ജയകുമാർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? 1 കൊല്ലമാവുന്നു. അതിനിടയ്ക്ക് കിഷോർ ഇവിടെ വന്നിട്ടുണ്ടോ? ഒരിക്കൽ, ഏതാണ്ട് 6 മാസം മുമ്പ്, അവന്റെ അമ്മയും അനുജനുമൊത്ത്. ഐ സീ. ഈ ഹോട്ടലിനെ കുറിച്ച് എപ്പോഴെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോ? അതോ നിങ്ങൾ ഫാമിലിയുമായിട്ട് അവിടെ പോയിട്ടുണ്ടോ? നോ, അവൻ എങ്ങനെ ഒരു സ്ഥലം അറിയാൻ വഴിയില്ല. ഇത് കിഷോറിന്റെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ കാർഡാണ്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. കിഷോറിന്റെ മരണം ഐ കോൺ ജസ്റ്റ് ബിലീവ് ഇറ്റ്. ഇനി മോഹൻ എന്നോടൊന്നും ചോദിക്കരുത്, പ്ലീസ്. ജയൻ തെറ്റിദ്ധരിക്കരുത്. കിഷോർ മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു. Will you please get out of here? സോറി. ഇക്ബാൽ പറഞ്ഞ പാർട്ടി നാളെ വരും. ഈ പ്രാവശ്യം എന്റെ ജീവൻ പണയം വെച്ചാണ് ഖാലിദിന്റെ കയ്യിൽ നിന്ന് ഞാൻ ചരക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് താനെല്ലാം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അതെന്നോട് പറയണോ? പിന്നെ ഒരു കാര്യം, പാർട്ടി ആരായാലും തുക മുഴുവനും ക്യാഷായിട്ട് തന്നെ വാങ്ങണം. കൊള്ളാം. എങ്ങനെയാ? എത്ര കിലോ വേണം? അല്ല, ഇത് മുഴുവനായിക്കോട്ടെ. എന്ത് വേണമെന്ന് പറയൂ. ശരി, ഒറ്റ വില ആ. ഒരു 75. 75? അതെ, ഇറ്റ്സ് എ ഗുഡ് പ്രൈസ്. എന്നാ 75 എങ്കിൽ 75. 50, 60. കൈമാറ്റാശാനെ, കൈമാറ്റാശാനെ, ഞാനൊന്ന് എണ്ണിക്കോട്ടെ. ശേ, കണക്കെല്ലാം തെറ്റിച്ച്. 70, 70. നിർത്തടാ.
എന്തുപറ്റി? ഞാൻ 75 എന്ന് പറഞ്ഞപ്പോ നീ എന്ത് കരുതി? വെറും 75 ഉലുവയോ? ആ വേല നിന്റെ കയ്യിരിക്കട്ടെ. 75,000 എടുക്കാനുണ്ടോ? 75,000. അയ്യോ, 75,000 രൂപയോ? എന്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല. ആ എങ്കിൽ പൊടിയും തട്ടി പോവാൻ നോക്ക്. പോടാ അവിടെന്ന്. എങ്കിൽ ഞാനിത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. എനിക്ക് ഹോം മിനിസ്റ്ററെ കിട്ടണം പെട്ടെന്ന്. യെസ്. നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണോ അതോ നാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത കൊലയാളിയോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. ഐ എം എ പോലീസ് ഓഫീസർ സർ. അപ്പൊ പിന്നെ ഇതിന്റെ ഒക്കെ അർത്ഥം? തോക്ക് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് തൊട്ടതിനെയും പിടിച്ചതിനുമൊക്കെ വാരി വലിച്ചു ഉപയോഗിക്കാൻ ആര് നിങ്ങൾക്ക് അധികാരം തന്നു? ആൻസർ മീ. ഒരാളെന്നെ കൊല്ലാൻ വന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തോക്ക് അവന്റെ കാൽക്കൽ വെച്ച് തൊഴണോ? പിന്നെ എന്തിനാ ഗൺ ലൈസൻസ്? നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസറോടാണ് സംസാരിക്കുന്നത് ഓർക്കണം. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കണ്ട. നിങ്ങൾ കമാൻഡോ ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കാം. ആന്റി ടെററിസ്റ്റ് വിങ്ങിൽ വർക്ക് ചെയ്തിരിക്കാം. അതുകൊണ്ട് ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് നിങ്ങൾക്കില്ല. ഇവിടെ ഒരു ഓഫീസർക്ക് ഏറ്റവും ആവശ്യം ആത്മനിയന്ത്രണമാണ്, സെൽഫ് കൺട്രോൾ. സോ യു റിമെമ്പർ ദാറ്റ്. പിന്നെ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നത് പോലെ തോക്ക് കൊണ്ട് നിയമം പാലിക്കുന്ന ഓഫീസറായിട്ട് തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, നിങ്ങളെ തിരിച്ച് ഡൽഹിയിലേക്ക് അയക്കും. യു കെൻ ഗോ നൗ. സർ. ഇക്ക, എനിക്കൊരു ഇത്തിരി സമയം വേണം. ഇത് വാങ്ങിക്കോളൂ. 5 വർഷമായി നീ എനിക്കൊരു നല്ല കസ്റ്റമർ ആയിരുന്നു. നന്ദിയുണ്ട്. ഇത് കഴിച്ചോളൂ. ഇക്ക, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം. എനിക്ക് ആർക്കും തെറ്റുപറ്റാം. ഒരു പ്രാവശ്യം, 10 പ്രാവശ്യം, 100, 1000 പ്രാവശ്യം തിരുത്താം, തിരിച്ചെടുക്കാം. പക്ഷേ എന്റെ ഹീറോയിൻ എനിക്കാര് തിരിച്ചു തരും? നീ നഷ്ടമാക്കിയ എന്റെ പണം ആരെനിക്ക് തിരിച്ചു തരും? ഇക്ക, ഞാൻ സത്യം ചെയ്യാം.
പണം ഞാൻ തരാം. 2 മാസം, 2 മാസം. ജെയിംസേ, ആ കിറുക്കൻ പോലീസുകാരനെ പറ്റി എനിക്കെല്ലാം അറിയണം. ജോലിയായി, സ്വന്തം കാലിൽ നിൽക്കാറായി. ഇനി ടോണിക്ക് വേണ്ടത് നല്ലൊരു കുടുംബജീവിതമാണ്. ടെസ്സി വന്നല്ലോ. എല്ലാം കൊണ്ടും ഒരു മുങ്ങി മരണം. ഒരു കാര്യം ഒഴിച്ചാൽ ഡോക്ടർ പറയുന്നത് മയക്കുമരുന്നിന്റെ ഹെവി ഡോസ്, അതും സാധാരണ പ്രചാരത്തിലില്ലാത്ത ഒരു തരം ഡ്രഗ്. എന്ന് വെച്ചാൽ സ്കോപ്പിലോമൈൻ, ഒരു തരം സൈക്കിഡലിക് ഡ്രഗ് ആണിത്. അവനൊരു ഹാബിച്വൽ അഡിക്റ്റ് ആയിരുന്നു ഡോക്ടർ. ട്രേസസിന്റെ ക്വാണ്ടം വെച്ച് നോക്കുമ്പോൾ അതെ, ഒരു 3 വർഷമായിട്ടെങ്കിലും അയാൾ ഈ ഡ്രഗ് കഴിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ഡ്രഗ് കഴിപ്പിച്ചതായിക്കൂടെ ഡോക്ടർ? എന്ന് എനിക്കെങ്ങനെ പറയാനാവും? ദാറ്റ്സ് യുവർ ജോബ് ടു പ്രൂവ്. ജയകുമാറിന്റെ ഫാമിലി ബോംബെയിൽ എവിടെയാ? ഈസ്റ്റ് അന്തേരിയിലാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ട്. ഓ ഐ സി.
പിന്നെ ജയനെന്തിനാ കൊച്ചി വന്നത്? അതെന്തൊരു ചോദ്യം മോഹൻ. ഞാനും മോഹനെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ എത്തി എന്ന് പ്രത്യേകിച്ച് പറയണോ? ഐ ഗോട്ട് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്നത് ശരി, പക്ഷെ അത് ജയൻ നിർബന്ധപൂർവ്വം കൊച്ചിക്ക് ചോദിച്ചു വാങ്ങിയതല്ലേ. അതെന്തിനാന്നാ ചോദിച്ചത്? കുറച്ചുനാള് ബോംബെ വിട്ടിരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കാണുമല്ലോ. മോഹൻ എന്നെ ചോദ്യം ചെയ്യാണല്ലേ. ഓക്കെ, കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത് തികച്ച ഔദ്യോഗികമാണ്. ഞാൻ എന്റെ ബോസുമായിട്ട് നിടഞ്ഞു. അതോ ജയന്റെ മകൻ കിഷോറുമായിട്ടാണോ? വാട്ട് ഡു യു മീൻ? കിഷോർ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ അതിന്റെ സൂചനയുണ്ട്. ഏതാണ്ട് 3 വർഷമായി കിഷോർ ഇത് തുടരുകയായിരുന്നു. അതിന്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടുമായിരുന്നു. അതുകൊണ്ടാണ് ജയൻ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതല്ലേ സത്യം? മോഹൻ ഭ്രാന്ത് പറയാതെ. എന്റെ മോൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാനെന്തിനാ അവനുമായിട്ട് വഴക്ക് കൂടുന്നത്? ആ പിന്നെ എനിക്ക് കസ്റ്റംസ് കളക്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താ? ജയൻ ഒന്നോർക്കണം, ഏതൊരച്ഛനും തന്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ ഇഷ്ടമുണ്ടാവില്ല. സ്വാഭാവികമാണത്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തൊക്കെയോ മറയ്ക്കാൻ ജയൻ ശ്രമിക്കുകയാണ്. ജയന്റെ മുഖത്ത് നോക്കിയാൽ അതറിയാം. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നോട് സഹകരിക്കണം. മരിച്ചുപോയ തന്റെ മകന് വേണ്ടിയെങ്കിലും. K2 calling S1. യെസ്. ഞങ്ങൾ എത്താതെ വണ്ടി നിർത്തണ്ട സർ. DIGയുടെ ഓർഡറാണ്. Can you hear me? Can you hear? സാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അതും DIGയുടെ ഉത്തരവ് അവഗണിച്ച്. ഒരിക്കൽ ചെക്കൗട്ട് ചെയ്ത വണ്ടി പിടികൂടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്ത് ക്രെഡിറ്റ് കിട്ടാനാ? അത് വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. സാർ, സാറ് സംശയിച്ച രീതിയിൽ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല സാർ. വെറും സംശയത്തിന്റെ പിൻബലത്തിൽ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യരുതെന്ന് സാറിന് അറിയാവുന്നതല്ലേ. ഇനിയിപ്പോ ഞാനെന്ത് സമാധാനം പറയും? അവര് വല്ലതും പറയുവോ? അവര് പറയില്ല. പ്രശ്നം ആ പോലീസ് ഓഫീസറാണ്. തുറക്കണമെന്നാണോ നീ പറയുന്നത്? നോ, ആവശ്യമായ കാരണങ്ങളില്ലാതെ ഒരാളെ കൊല്ലരുത്. അതും ഒരു പോലീസ് ഓഫീസറെ. അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സ്റ്റേറ്റ് പോലീസിന് കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ പോലും
പൊതുജനം കാണുന്നത് അവർ നമ്മുടെ കീഴിലുള്ള വേറൊരു പ്രത്യേക വിങ്ങാണെന്നാണ്. പത്രങ്ങളും അങ്ങനെ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന അക്രമത്തിന്റെ അഡ്വേഴ്സ് എഫക്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റായി തീർന്നിരിക്കുകയാണ് സർ. ആ ഇതിനൊക്കെ പുറമെ ആരുടെ വേഷവിധാനവും മുടിയും ഭാവവും ഒന്നും തന്നെ ഇവിടുത്തെ മാന്യനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് യോജിച്ചതല്ല. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ നടക്കുമായിരിക്കും. അതിന് വേറൊരു ആസ്പെക്ട് ഉണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് എന്ന വാക്ക് തന്നെ വെറുപ്പുളവാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മയക്കുമരുന്ന് പിടിക്കുന്നതിൽ വിജയിക്കുന്ന ആരെയും അവരെങ്ങനെയുള്ളവരായാലും ജനം അംഗീകരിക്കും, ഇഷ്ടപ്പെടും. അതെ സാർ, ഈയിടെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടില്ലേ? ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ട് സ്വന്തം അച്ഛനെ അമ്മയും കൊന്ന ആ കൊട്ടാരക്കര പയ്യന്റെ കാര്യം. അത് തന്നെ എടുക്കാം. ആ കണക്കിന് ഈ ഓഫീസർ അക്രമിയാണെന്ന് ആരും പറയില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ടോണി എന്ന ഈ ഓഫീസർ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിധിവരെ ഒരു ഹീറോ ആയിരിക്കുകയാണ്. പത്രങ്ങൾ ഇത്രയും കുത്തിപ്പൊക്കിയിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് നിശബ്ദമായിരിക്കുന്നതിന്റെ കാര്യം തന്നെ അതാണ്. പബ്ലിക് സപ്പോർട്ടുള്ള ഒരു ഓഫീസറെ അവരും പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ഈ ഓഫീസറുടെ മാനസികാവസ്ഥയാണ്. ഹീസ് എക്സെൻട്രിക്. അത് വാസ്തവമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറയാം. അവസാനം ഞങ്ങൾ എത്തിയത് ഈ ഒരു തീരുമാനത്തിലാണ്. തന്റെ കൂടെ ടോണിയെ ടീം ചെയ്യിക്കുക. സാർ എന്താ ഈ പറയുന്നത്? ഹീസ് എ ഡേഞ്ചറസ് മാനിയർ. ഇന്നല്ലെങ്കിൽ നാളെ ചാവണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തനാണ് ആ പയ്യൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? സ്വയം ചത്തോട്ടെന്ന് കരുതണോ? യാതൊരു ബോധവും ഇല്ലാതെ അതും ഇതും ചെയ്യുന്ന ആ പയ്യനെ ഏറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്യാനാ? മോഹനെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. എനിക്കേ സാറേ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ. വേണ്ടാത്ത പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് തലയിടാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് പറയുക, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അല്ല സാറൊന്നും വിചാരിക്കരുത്. എൻ്റെ പ്രായവും ടെമ്പറമെന്റും വെച്ച് നോക്കുമ്പോൾ ഇവനുമായിട്ട് ഞാൻ യോജിക്കില്ല. അത് ഷുവറാ. എന്തെങ്കിലും പറഞ്ഞ് തെറ്റേണ്ടി വരും. അപ്പൊ എൻ്റെ നേരെ തോക്കി കൊണ്ടാനും മടിക്കില്ല. പ്ലീസ് സാർ, എന്നെ ഇതിന്ന് ഫ്രീ ആക്കണം. നോ, ഇതെന്റെ മാത്രം തീരുമാനമല്ല. ഐ ആം ഹെൽപ്ലെസ് മിസ്റ്റർ മോഹൻ. ഓക്കെ സാർ. ശരി. പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി ഏൽപ്പിക്കാവനെ. എന്താണ് നോക്കുന്നത്? വലിയ താമസമില്ലാതെ നിന്റെ കൂട്ടാളികൾ പലരെയും ഞാനങ്ങ് എത്തിക്കുന്നുണ്ട്. കൊണ്ടുപോ. ഞാൻ കണ്ടോളാം. മോഹൻ സാറോ? ഐ എം സോറി, ടോണി ലൂയിസ്. മനസ്സിലായി. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ചേർന്ന് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്ന്. പിന്നെ പണ്ട് വായിച്ച ചേസ് നോവലും ഇപ്പൊ കാണുന്ന ഇംഗ്ലീഷ് സിനിമയും മനസ്സിൽ കയറിയും കൂടിയിരിക്കും. അപ്പോഴാണ് വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞ പോലെ കൈ വന്ന് വീഴുന്ന ലൈസൻസ് ഉള്ള തോക്ക്. പിന്നെ അതങ്ങ് പ്രയോഗിക്കാനുള്ള തിടുക്കമായി. ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വയം രക്ഷിക്കാനാ ഗവൺമെന്റ് നമുക്ക് തോക്ക് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലാതെ ആളെ കൊല്ലാനുള്ള ലൈസൻസ് ആയിട്ടല്ല. അങ്ങനെ ആവശ്യമെന്നാൽ തന്നെ നിങ്ങൾ കാലി വെടിവെക്കേ. എന്തിനാ ആളെ കൊല്ലുന്നത്? ചുരുക്കത്തിൽ തോക്ക് വെച്ചുള്ള കളി വേണ്ട എന്നർത്ഥം. സാറിന്റെ പ്രായത്തിൽ ഇതൊക്കെ പറയാനേ കഴിയുമെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ടീമാണ്, പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും DIG തന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഐ വിൽ ബി ദി ബോസ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ, എന്റെ ഇഷ്ടം പോലെ. ഞാൻ പറയുന്നത് ആരെങ്കിലും അനുസരിച്ചാൽ മതി. മനസ്സിലായോ? എങ്ങോട്ട് പോകണമെന്ന് പറയാൻ സൗകര്യം ഉണ്ടാവോ? ഷിൽട്ടൺസ് ബാർ ആൻഡ് ഹോട്ടൽ.
ഇപ്പൊ ഈ കാണിച്ചത് എന്നോടുള്ള മറുപടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അവിടെ കാര്യങ്ങൾ ഞാൻ നോക്കും. വെറുതെ കൂടെ വന്നാ മതി. You can wait there for me. മാനേജർ ഒന്ന് കാണാമല്ലോ. ആ മുറിയിലുണ്ട്. താങ്ക് യു. എന്തോന്നാണ് ഇത്? ആ ബോർഡ് തന്നെ. നമ്മൾ എവിടെയോ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് പരിചയമുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി. ഏയ്, എനിക്ക് നിങ്ങളെ അറിയില്ല. നമുക്ക് പരസ്പരം അറിയാവുന്നേ. എവിടെ വെച്ചാ നമ്മൾ കണ്ടത്? ഇപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾ എവിടെ വെച്ചാ പരിചയപ്പെട്ടതെന്ന്? നിനക്കെന്താ വട്ടുപിടിച്ചോ? കൊന്നു കൊല വിളിക്കാനുള്ള ഒരു തരം ഭ്രാന്താണ് നിനക്ക്. ഇനി ഈ കൊലയ്ക്ക് ഞാൻ സമാധാനം പറയണം. ഐ സി. ഷിൽട്ടൺസ് ബാറിൽ വെച്ചോ? നിന്നെ അയാൾക്ക് അറിയില്ല എന്നുള്ളത് തീർച്ചയല്ലേ? അതെ, പക്ഷെ അവന്റെ കൂടെ കണ്ടതുകൊണ്ട് എന്തെങ്കിലും? അത് കാര്യമാക്കണ്ട. നോ, കപ്പൽ വരുന്ന ദിവസത്തിന്റെയും നമ്മുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽസും ആ ഡയറിയിലുണ്ട്. ടോണി, ഐ എം സോറി. എനിക്ക് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് താങ്ക്സ്. അവൻ മരിച്ചുപോയി എന്ന് കരുതിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ആ പോട്ടെ ടോണി, ഇന്ന് നടന്നതെല്ലാം അങ്ങ് മറന്നുകളാം. മുഴുവനുമല്ല കേട്ടോ, തോക്ക് വെച്ചുള്ള കളി വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊഴിച്ച് ബാക്കിയെല്ലാം മറന്നുകളാം. വെൽ, ലെറ്റ് us go home. ഇതേ ചേച്ചി, മോഹൻചേട്ടൻ വന്നു. ടോണി, മീറ്റ് മൈ വൈഫ് ടോണി ലൂയിസ്. ടോണിയെ പറ്റി ചേട്ടൻ എന്നും പറയാറുണ്ട്. ടോണി ഇന്ന് ഉണ്ണാൻ കാണും. അയ്യോ, നോ നോ നോ, ഊണ് വെച്ചിട്ട് പോയാൽ മതി. വേണ്ട സർ. നീ പോയി ചോറ് ശരി. കഴിക്ക്.
കമാ ഇരിക്കേ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ആ. അയ്യോ നമുക്ക് ഒരു പുതിയ അങ്കിളിനെ പരിചയപ്പെട്ടു. ഷേഖന്റെ ഇത് പേര് പറ. ദിനേശ്. സ്മാർട്ട് ബോയ്. മോള് പറ. ദീപു. ഓ നൈസ്. ഊണ് റെഡി. പ്ലീസ് കം. കേട്ടോ ടോണി, എന്റെ ഭാര്യ ഗീതയെ പോലെ ഇത്ര ഗംഭീരമായി കുക്ക് ചെയ്യുന്ന ഒരാളെ കഴിച്ചു നോക്ക്. കളിയാക്കണ്ട മോനേട്ടാ, ഇതൊന്നും അത്ര കാര്യാക്കണ്ട കേട്ടോ. പുള്ളിയുടെ ഒരു ഹാബിറ്റാ ഇത്. ലക്ഷ്മിക്കുട്ടി എന്തി? ലക്ഷ്മി, ലക്ഷ്മി, ആ നമ്മുടെ മിസ്സിന്റെ വന്നല്ലോ. എന്താ നിൽക്കുന്നത്? ഇരിക്കേ. ഇതാണ് എന്റെ പെങ്ങൾ ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മി, എടി ലക്ഷ്മി, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്ക്. പെണ്ണിന്റെ കാര്യം. എടി എടി എടി, എനിക്കാ വെള്ളം. ആ പാവം ടോണി വെള്ളം കൊടുക്കുക. ഇങ്ങോട്ട് പോയി. അപ്പച്ചി ഇമ്രാൻഖാനെ ഓർത്തിരിക്കായിരുന്നു. എന്ത് പറ്റി ടോണി? മോഹൻ സാറിന് അറിയില്ല ഇതുപോലൊരു കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന്. എന്റെ സ്വപ്നമായിരുന്നു, എന്റെ അംബീഷനായിരുന്നു. ഏയ് ടോണി, എഴുന്നേൽക്ക്. സമയം എന്തേ 6:30 പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ പറയട്ടെ. ഏതോ ഒരു താഴ്വാരത്തിൽ കൂടി ടെസ്സി ഞാനും ഇങ്ങനെ പോകുന്നു. ചുറ്റിനും പച്ച നിറങ്ങളേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന്
ഞാൻ പുറകെ നോക്കുമ്പോൾ നമ്മളെ രണ്ടാളെ നോക്കിച്ചിരിക്കുന്ന 5 കുട്ടികൾ. 5 കുട്ടികളോ? എല്ലാ ആൺകുട്ടികളാ? 3 ആണും 2 പെണ്ണും. അവരാരെ നോക്കിയാ ചിരിച്ചേ? എന്നെയോ അതോ ടോണിയോ? നമ്മളെ 2 ആളെ. കള്ളം. അതേന്നേ, ആ എന്നിട്ട്? അത്രേ കണ്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ കണ്ണൂർന്നു. ടോണിക്ക് ഇഷ്ടാണോ അത്രയും കുട്ടികള്? അത്രയും കുട്ടികളുണ്ടെങ്കിൽ എന്തോ ഒച്ചയായിരിക്കും വീട്ടില്. എനിക്കിഷ്ടമാണ്. ഓർഫനേജിൽ എപ്പോഴും ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. ജെസിക്കോ? എനിക്കും ഇഷ്ടാ. നേരം പോണു, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഇരിക്കുന്നേ, ഇപ്പൊ എങ്ങും പോണ്ട. ഈ ടോണിക്ക് എന്തു പറ്റിയെന്ന്? എന്തോ നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ? അതങ്ങനെയാ. ഞാൻ പോട്ടെ. ഒരു ദിവസം പോലും നിന്നില്ല എന്റെ സ്വപ്നം. എല്ലാം തകർന്നു. എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുകയാണ്. ജെസ്സിയുടെ അടുത്തേക്ക് ചെന്ന് പറ്റാൻ ഓരോ ദിവസവും ഞാനതിൽ ശ്രമിക്കുന്നു. ഒടുവിൽ പരാജയപ്പെടുന്നു. യു നോ വൈ? ഈ ജോലി വലിച്ചെറിയാൻ എനിക്കാവുന്നില്ല സർ. കാരണം എന്നെ പോലെ തന്നെ എന്റെ ടെസ്സിയും ഈ ജോലി അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടോണി. ആശ്വാസവാക്കുകൾ പറയാൻ ആർക്കും എളുപ്പമാണ്. എല്ലാം വിധിയല്ലേ, എന്ത് ചെയ്യാൻ കഴിയും? സഹിക്കല്ലാതെ. ഐ ആം സോറി സർ. ഈ വീട്ടിൽ വന്ന് ഇങ്ങനൊരു പ്ലസന്റ് ഫാമിലിയെ കണ്ടപ്പോൾ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ് ടോണി. അയ്യോ, ഇപ്പോഴാണോ എണീക്കുന്നേ? എന്നിങ്ങനെ താമസിച്ചാണ് എണീക്കുന്നേ? ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കും കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി എന്തെങ്കിലും വീട്ടിൽ മറന്നു വെച്ചോ? ഇല്ലല്ലോ. അതെ, ഒന്നും മറന്നു വെച്ചില്ലേ? ഈ ഗ്ലാസ് ഇന്നലെ അവിടെ മറന്നിട്ടേച്ച് പോന്നതല്ലേ? ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ടോണിയുടെ ആണെന്ന്. അയ്യോ ചേട്ടാ, ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പോ ഈ പോലീസുകാരെല്ലാം എങ്ങനെയാ പെരുമാറാൻ അറിയത്തില്ല. ഒരു റൊമാൻറ്റിക് ടച്ച് ഇല്ലാത്ത കൂട്ടര്. ഈയടാ, ഞാൻ വിചാരിച്ചു. ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്
അത് കേട്ടപ്പോൾ എനിക്ക് ഒരുമാതിരി വല്ലാതെ. ഇപ്പൊ ആൾ എങ്ങനെയുണ്ട്? ഈസ് അണ്ടർ കൺട്രോൾ? സർ, നല്ലൊരു ഫ്രണ്ടിനെ ആയിരുന്നു ടോണിക്ക് ആവശ്യം. ആദ്യമൊക്കെ എനിക്ക് ഒരു ഈർച്ച തോന്നിയെങ്കിലും. എന്നിട്ട് ബാറിൽ പിന്നെയും പ്രശ്നം ഉണ്ടാക്കില്ലേ? ഒരാളെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? നോ 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 നോ, യു ആർ തറലി മിസ്റ്റേക്കൻ സർ. അയാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു, അല്ലാതെ. ഐ സി. എന്നിട്ട് ആ മനുഷ്യന്റെ കണ്ടീഷൻ എന്തായി? ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു സർ. 2 ദിവസം കൂടെ കഴിഞ്ഞ് ഇൻട്രോഗേഷൻ നടക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഹീസ് അണ്ടർ സെഡേഷൻ. അയാളുടെ ബിലോങ്ങിങ്സ് നോക്കിയോ? അത് ഞാൻ ഓഫീസിലെത്തിക്കാൻ സിയോട് പറഞ്ഞിട്ടുണ്ട്. സിയുടെ ഓഫീസിൽ നിന്ന് മോഹൻ സാറിന് കൊടുത്തയച്ചതാ. ഡോർക്ക് തുറക്കാൻ. Come on, fast. ഇൻസ്പെക്ടർ ടോണിക്ക് പറ്റിയ അമളി. ഇക്ക, അവൻ വിചാരിച്ചു അവന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന്. ജെയിംസേ, ഈ ഖാലിദ് ആരാണെന്ന് ഇവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ പത്രവും കൈവച്ചുകൊണ്ട് താനിങ്ങനെ ദുഃഖിച്ചു നിന്നാലോ? ഈ പണി പറ്റിച്ചവർ തൽക്കാലം ജയിച്ചെന്നല്ലേ ഉള്ളൂ. അതിലിത്ര വിഷമിക്കാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ താനാ ഇതിൽ നേടിയിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഖാലിദ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് എന്ന അഡ്രസ് തന്റെ കയ്യിൽ കിട്ടിയില്ലേ? എല്ലാം കൂടി 18 ഷിപ്മെന്റ്സ്. ഈ കഴിഞ്ഞ 3 വർഷത്തിൽ എല്ലാം ഒരേ പേരിലാണല്ലേ? അല്ലല്ല, 2 പേരിൽ. ഖാലിദ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്, ഖാലിദ് ആൻഡ് കമ്പനി. അവരുടെ ക്ലിയറിംഗ് ഏജൻസ് ആരാണെന്ന് നോക്കിയോ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഏജൻസി ഇല്ല. ഓരോ പ്രാവശ്യം ഏജൻസി മാറും. ഞാൻ ഡീറ്റെയിൽസിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹലോ. യെസ് സർ.
ആ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ് സർ, ഞാൻ പറയാം. ഓക്കെ. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കംപ്ലീറ്റ് അല്ലല്ലോ? അല്ല. ടോണി ഒരു പണി ചെയ്യും. ഇതുവരെയുള്ള റിപ്പോർട്ട് രവീന്ദ്രൻ സാറിനെ ഏൽപ്പിച്ചാൽ മറ്റ് പ്രൊസീജിയർ കഴിച്ച് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഏർപ്പാട് പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. പ്ലീസ് ഡു ദി നീഡ്ഫുൾ. ഇതേ എക്സ്ക്യൂസ് മീ, ഈ പേപ്പേഴ്സ് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോട്ടെ? വേണ്ട, ഞാൻ കൊണ്ടുവന്നോളാം. ഒരു കുളി പാസ്സൊക്കെ ഞാൻ ഇപ്പൊ എത്തിക്കാം. അയ്യോ ഇതുവരെ കുളിച്ചില്ലേ? മോള് സ്കൂളിൽ പോവാൻ നിക്കുക. ടോണി അതുവഴിയാ പോകുന്നത്. ചേട്ടാ, ഞാനും ഉണ്ട് ദീപുവിന്റെ കൂടെ. പോടി അവിടുന്ന്, നീ നടന്നു പോയാൽ മതി. ദീപുവിനെ ഇറക്കണടുത്ത് എന്നെ ഇറക്കിയാ മതിന്നേ. മോള് വാ, നമുക്ക് പോവാം. ലക്ഷ്മി, ഉം? സ്കൂളിന്റെ അവിടെ തന്നെ ഇറങ്ങിയേക്കണേ, പിന്നെ അഭ്യാസം ഒന്നും കാണിക്കരുത്. ഉം. ഏ? ഉം. അയ്യോ, മോളിപ്പ തരുന്നേ. അപ്പോ ഞാൻ വരട്ടെ? വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏ? കമോൺ. എന്തു പറ്റി? ഏയ്, ഞാനിതുവരെ വിചാരിച്ചത് ടോണി ഭയങ്കര ഗൗരവക്കാരനാണെന്നാ. ശോ, എന്റെ ദൈവമേ, ടോണി ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. കഴിക്കും. കഴിച്ചോളൂ. എനിക്ക് വേണ്ട. അയ്യോ വേണ്ട, കഴിച്ചോളൂ. എന്നാ ഞാൻ എടുത്തു തരാം. അയ്യേ, ഛെ. താങ്ക്സ്. അപ്പോ ഞാൻ വരട്ടെ? ഞാൻ വരട്ടെ? എന്തോന്ന്? ഒന്നും ചിരിക്കാനറിയില്ല. അങ്ങനെയുണ്ട് ഒരു ഗൗരവം. ഇത് കസ്റ്റംസ് ഹൗസിൽ നിന്നുള്ള ഇമ്പോർട്ട് ക്വാണ്ടംസ്. ഇത് കാലിദാൻ കമ്പനി ആക്ച്വൽസ്. കമ്പാരിറ്റീവ് ചെക്ക് ചെയ്തോ? ഇല്ല സാർ, അങ്ങനെ പറഞ്ഞിരുന്നില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, താങ്ക് യു. എല്ലാ ക്ലിയറിംഗ് ഏജൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ബിൽസ് ഓഫ് ലേഡിങ്ങിന്റെ കോപ്പീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ല, ഞാൻ പറയായിരുന്നു, നമ്മള് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് പിടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോ അടുത്ത ഷിപ്മെന്റ് നമ്മൾ കൂടുതൽ കരുതണ്ടേ? ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹലോ. ആ ശരി, അയാൾ വരുന്നുണ്ട്. ഹലോ, എനിക്ക് മിസ്റ്റർ ഖാലിദിനെ ഒന്ന് കാണണം. വരൂ. താങ്ക് യു. വെൽക്കം ഓഫീസർ. പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് പരസ്പരം അറിയാം. ഒരു ഇരിക്കൂ. നോ താങ്ക്സ്. എനിക്കല്പം തനിച്ച് സംസാരിക്കണം.
നിങ്ങളുടെ ഇമ്പോർട്ട്സിന്റെ ക്വാണ്ടം ബേസ് പർട്ടിക്കുലേഴ്സ് എനിക്ക് വേണം. നിങ്ങൾ എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതിന്റെ ഡീറ്റെയിൽസും. സാർ ഒന്ന് മനസ്സിലാക്കണം, ഇതൊരു പ്രൈവറ്റ്. പ്ലീസ്. ഇതാണ് വാറണ്ട്. നാളെ എൻ്റെ ഓഫീസിൽ ഈ ഡീറ്റെയിൽസ് എത്തണം. എത്തിയിരിക്കും. ഗുഡ് ബൈ. ഓഫീസർ, ഓഫീസർക്ക് ഈ കത്തി ഇഷ്ടമായോ? രണ്ട് ഉപയോഗങ്ങളാണ് ഇതിന്. ഒന്ന്, ഇതുകൊണ്ട് ഞാൻ ആപ്പിൾ മുറിക്കും. പിന്നെ എന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികളെ ഞാൻ എറിഞ്ഞു കൊല്ലും. ഞാൻ ആപ്പിള് കഴിക്കാറില്ല, അതുകൊണ്ട് ഒരു കത്തിയുടെ ആവശ്യം ഉണ്ടായിട്ടുമില്ല. പിന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികൾ, അതിന് ഞാൻ കത്തി ഉപയോഗിക്കാറില്ല. പകരം Come on. Come on. Come on.
ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ആരാരോട് ഏറ്റുമുട്ടുന്നത് മനസ്സിലാക്കാൻ. ജസ്റ്റ് എ സിമ്പിൾ വാർണിംഗ്. നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള സമയം വേണ്ടേ? അതില്ലാതായി പോയി. അവന്മാരുടെ മുഖം ഒരു വിധത്തിലും കാണാൻ പറ്റിയില്ലല്ലേ? അതെങ്ങനെ? ഒന്നാമത് ഇരുട്ട്, പിന്നെ അവർ മുഖത്തിട്ടിരുന്ന ആ മാസ്ക്. ഏതായാലും വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇറ്റ് വാസ് എ ഡാം സ്കേറി എക്സ്പീരിയൻസ്. പക്ഷേ ഗീതയാകെ ഷോക്കിലാണെന്ന് തോന്നുന്നു. അവൾ മാത്രമല്ല, ദി ഹോൾ ഫാമിലി. രാവിലെ ഗീത പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ജോലി അങ്ങ് റിസൈൻ ചെയ്യാൻ. പെണ്ണുങ്ങൾക്ക് എന്താ, അവരുടെ ഭർത്താക്കന്മാർ സേഫ് ആയിരിക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോ ഇനി എന്താ ചെയ്യേണ്ട മോൻ സാർ? അങ്ങോട്ട് ചെന്ന് അവന്മാരെ തൂക്കിയെടുത്താലോ? അതല്ല ടോണി വേണ്ടത്. അവന്മാരുടെ വിരട്ടിൽ കണ്ട് നമ്മൾ ആകെ ഭയന്നു പോയി എന്ന് ധരിപ്പിക്കുന്നത് ആ ബുദ്ധി. ഈവൻ നമ്മുടെ സർക്കിൾസിൽ പോലും ഇതാരും അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ. അവൻ ഇത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ഓരോ മൂവ്മെന്റ്സും അറിയാനുള്ള വകുപ്പ് അവൻ്റെ കാണും. നമ്മൾ അല്പം താഴ്ന്നിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത്. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, നമ്മളൊന്നും ചെയ്യുന്നുമില്ല. ഹലോ, മോഹൻ സ്പീക്കിംഗ്. മിസ്റ്റർ മോഹൻ, മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് 14ന് വെച്ചിട്ടുണ്ട്. മിനിസ്റ്റർ കൊച്ചിയിലെ കാര്യങ്ങളിൽ വളരെ ഈഗറാണ്. അത് പ്രോബ്ലം ഇല്ല സർ. ഓക്കെ ഓക്കെ സർ. ടോണി, നമ്മൾ എടുത്തു ചാടി അവന്മാരുമായി ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്ത് എവിഡൻസാ ഉള്ളത്? അപ്പൊ അതുവരെ നമ്മള് ഞാൻ പറയുന്നത് കേൾക്ക് ടോണി. നമ്മൾ നമ്മുടെ യൂഷ്വൽ ആക്ടിവിറ്റീസ് തുടരുക. അല്പം ഗോപ്യമായിട്ടാണെങ്കിലും ഖാലിദിനൊരു ഇംപ്രഷൻ കൊടുക്കുക, നമ്മൾ ഒതുങ്ങി കഴിയുകയാണ്. അതാണ് നല്ലത്. ഹലോ, ജയകുമാർ ഹിയർ. ഹലോ ജയകുമാർ, ശബ്ദം അറിയാമല്ലോ. നമുക്ക് വീണ്ടും കാണുവാനുള്ള സമയമായി. എനിക്ക് നിങ്ങളെ കാണണ്ട, ഞാനൊന്ന് പറഞ്ഞല്ലോ. ഇത് അവസാനത്തേതാണ് ജയൻ. ലാസ്റ്റ് ആൻഡ് ലാർജസ്റ്റ്. നമുക്ക് കണ്ടേ പറ്റൂ. നോ, ഇനി എനിക്ക് പറ്റില്ല. ഞാൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. തന്നെയുമല്ല, ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ശ്രീമന്തപുത്രന്റെ മരവിച്ച ശരീരം തനിക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഒരു മകൻ കൂടിയുണ്ട് ബാക്കി. അവൻ ചെറുപ്പവുമാണ്. നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ഓ ടോണി, ഞാൻ സംസാരിച്ചോളാം. അയാളെ നെർവസ് ആക്കണ്ട. വരൂ. ഇരിക്കൂ. താങ്ക് യു.
മിസ്റ്റർ ടോണി ലൂയിസ്. എനിക്കറിയാം. വെൽ, എന്താ ജയന് സംസാരിക്കാനുള്ളത്? എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. സി, ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. കുറെ നാളുകളായി, വർഷങ്ങളായി ഞാനിത് പിടിച്ചു നിൽക്കുന്നു. കുറ്റം മുഴുവൻ എന്റേതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എനിക്ക് വയ്യ. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് മിസ്റ്റർ ജയൻ. ഖാലിദ്, അവനാണ് എന്റെ ജീവിതം തുലച്ചത്. ഒരു പ്രേതം കണക്കെ എന്നെ പിന്തുടർന്ന് അലട്ടിക്കൊണ്ടിരുന്നത് അവനാണ്. ഒടുവിൽ പറയൂ മിസ്റ്റർ ജയൻ. ഞാൻ പറഞ്ഞില്ലേ, കുറ്റം മുഴുവൻ എന്റേതാണ്. പണം ഉണ്ടാക്കുക, അത് മാത്രമായിരുന്നു അന്ന് എന്റെ ലക്ഷ്യം. എങ്ങനെയും ഏത് വഴിക്കും. ബോംബെയിൽ അതിനുള്ള എല്ലാ സാഹചര്യവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഖാലിദിനെ പരിചയപ്പെട്ടു. ആദ്യം ചെറിയ കൺസൈൻമെന്റ്സ്, പിന്നെ ഇത് വലുതായിക്കൊണ്ടിരുന്നു. എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഖാലിദുമായിട്ട് അടഞ്ഞു. പിന്നെ അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. എന്റെ മോൻ കിഷോർ ആയിരുന്നു അവരുടെ ആയുധം. ഞാൻ അറിയാതെ അവനെ ഡ്രഗ് അഡിക്റ്റാക്കി മാറ്റി കഴിഞ്ഞിരുന്നു. അങ്ങനെ എന്റെ മോൻ മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ ഒരു കണ്ണിയായി തീർന്നു. മോഹൻ ഒരിക്കൽ തിരക്കിയില്ലേ ഞാൻ കിഷോറുമായി പിണങ്ങാറുണ്ടോന്ന്? യെസ്, ശരിയാണത്. എല്ലാം ചെയ്തും കണ്ടും അടുത്തപ്പോഴാണ് ഞാൻ കൊച്ചിയിലേക്ക് വന്നത്. പക്ഷെ ഖാലിദ്, അവൻ എന്റെ പുറകെ എത്തി. എനിക്ക് ഒഴിയാൻ പറ്റാതായി. മറ്റൊരു വലിയ ഗർത്തത്തിലേക്ക് ഞാൻ അറിയാതെ വീഴുകയായിരുന്നു. അപ്പോൾ കിഷോറിന്റെ മരണം? ഇല്ല മോഹൻ, അതൊരു കൊലപാതകമായിരുന്നു. എന്റെ മോനെ കൊന്നത് ഖാലിദാണ്. ഐ ആം ഡാം ഷുവർ. നിങ്ങൾക്ക് നേരത്തെ പോലീസിൽ അറിയിക്കാമായിരുന്നില്ലേ? എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? ഒരു വശത്ത് ഞാൻ ചെയ്ത കുറ്റങ്ങളുടെ മുഴുവൻ ഭാരം, മറുവശത്ത് ഒരു നീരാളിയെപ്പോലെ ഖാലിദ്. ഇതിന്റെ നടുവിൽ കിടന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ എന്തിനു ഞാനിതൊക്കെ പറയുന്നെന്ന് ചോദിക്കുമായിരിക്കും. പറയാം. ഖാലിദ് ഇന്ന് എന്നെ വിളിച്ചിരുന്നു. ഒരു ഷിപ്മെന്റിന്റെ കാര്യത്തെക്കുറിച്ച് എന്നോട് പറയണമെന്നും പറഞ്ഞ്. നോ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇനി ബാക്കിയുള്ളത് ഒരേ ഒരു മകൻ മാത്രമാണെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ രണ്ടാമത്തെ മോൻ, എന്റെ ഹരിക്കുട്ടൻ, അവൻ കൂടി നഷ്ടപ്പെടുന്നത് കാണാനുള്ള ത്രാണി എനിക്കില്ല മോഹൻ. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്തു. മിസ്റ്റർ ജയൻ, ഞങ്ങളുടെ കൂടെ ഇപ്പോ വരാൻ പറ്റുമോ? സർ, നമുക്ക് അവനെ ഇപ്പോ പോക്കാം. നോ ടോണി, പ്ലീസ് റിലാക്സ്. അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ? ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അത്രയ്ക്കും മണ്ടനല്ല ഖാലിദ്. ഇനി ഒരു വഴിയേ ഉള്ളൂ. ഞാനും അവനും തമ്മിലുള്ള കൂടിക്കാഴ്ച ജൂലൈ 14. ടോണി, ഞാനൊരു കാര്യം ചെയ്യാം. കോൺഫറൻസ് പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഞാൻ DIGയോട് പറഞ്ഞോളാം. നോ സർ, അതല്ല. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. സാർ ആസ് ഇറ്റ് ഈസ് കോൺഫറൻസിന് ട്രിവാൻഡ്രത്തിന് പോകുന്നു. ഞാനന്ന് നാട്ടിൽ പോകാനെന്ന് പറഞ്ഞ് ലീവ് എടുക്കുന്നു. നമ്മളായിട്ട് അവനൊരു സംശയം കൊടുക്കണ്ടല്ലോ. ഡോണ്ട് വറി സർ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എനിക്കൊന്നും അറിയാനുള്ളൂ. ഈ ജയകുമാറിനെ നമുക്ക് വിശ്വസിക്കാവോ? എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ ജൂലൈ 14 എനിക്ക് വിട്ടു തന്നേക്കൂ. മിസ്റ്റർ ജയ്, ഇതെന്റെ അവസാനത്തെ ഷിപ്മെന്റ് ആയിരിക്കും. മേലിൽ
നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇത്തവണ എന്താ കൊണ്ടുവരുന്നേ? കൊക്കൈൻ 100 kilograms. വിഷമിക്കണ്ട, ഇമ്പോർട്ട് ലൈസൻസ് വൈറ്റ് റബ്ബർ മിക്സിനാണ് മലേഷ്യയിൽ നിന്ന്. എന്നാണ് ഷിപ്മെന്റ്? 22 നിങ്ങളെ ഞാൻ 28 ഇറങ്ങി ചെയ്തോളാം. ലക്ഷ്മിയെ ഫോൺ എടുക്ക്. ഹലോ ഹലോ, ഹായ്. ഇത് ടോണിയാ. മോഹൻ സാർ ഉണ്ടോ? യോ, ഇത് എന്ത് പറ്റിയൊന്ന് വിളിക്കാൻ? ചേട്ടൻ ഇതുവരെ എത്തിയില്ല. മോഹൻ സാർ വരുമ്പോ അത്യാവശ്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയണം. ടോണിക്ക് ഇവിടം വരെ ഒന്ന് വന്നാലെന്താ? ഓ, വലിയ പോസല്ലേ ഇന്നെനിക്കേ. ഹലോ, ശ്ശെ. ഓ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? യാതൊരു തരത്തിലും അടുക്കില്ലാന്ന് വെച്ചാ. ആരാ ലക്ഷ്മി? ആ, ചേട്ടന്റെ ആ ഫ്രണ്ട്. ഒരു സെർച്ചിനാണ്. അതെ, 2 ജീപ്പ് പോലീസ് വേണം, ഇൻക്ലൂഡിങ് യു. എന്റെ വീട്ടിലെത്തിയാൽ മതി, വിത്തിൻ 10 minutes. താങ്ക് യു. മിസ്റ്റർ ജയ്, ഇതെന്റെ അവസാനത്തെ ഷിപ്മെന്റ് ആയിരിക്കും. മേലിൽ ഓക്കെ 100 kilograms.
24 മണിക്കൂറിനകം എനിക്ക് ആ കാസറ്റ് കിട്ടിയേ പറ്റൂ. മാത്രമല്ല, ഇൻസ്പെക്ടർ ടോണി ലൂയിസ് ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ജോഷുവ, എന്താ? എന്ത് സംഭവിച്ചു? ഒന്നും അറിയില്ല സാർ. ഞങ്ങളുടെ സെർച്ച് പാർട്ടിയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹലോ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഹീസ് ഓൾ റൈറ്റ്. ഇപ്പൊ സെഡേഷനിലാണെന്നേ ഉള്ളൂ. എപ്പോ എണീക്കും? പറയാറായിട്ടില്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ. അപ്പോ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഏയ് ഇല്ല. സർ, യെസ്. ചേട്ടനിപ്പോ ഉടനെ വരുമോ? ഉടനെ വരില്ല. എങ്കിലും ഒരു ഉപകാരം ചെയ്യണം. ടോണി ഡോക്ടർ ഇപ്പൊ വന്ന് നോക്കി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ചേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞേക്കാമോ? Sure. പ്ലീസ്. അല്ല, ഒന്നും ആയില്ലേ? റെഡിയായി. ഒന്ന് വേഗം ആവട്ടെ, നേരം പോകുന്നു. ഞാൻ 2 പീസ് ബ്രെഡ് കൂടി വെച്ചോട്ടെ. ആ, ടോണിക്കിത് കഴിക്കാലോ അല്ലേ? അവനങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന്. സമയമായി ഗീതേ, എനിക്ക് ഓഫീസിൽ കയറിയിട്ട് വേണം ടോണിയുടെ അടുത്ത് പോകാൻ. ലക്ഷ്മി എങ്ങാനും വിളിച്ചാൽ എനിക്ക് ഓഫീസിൽ ഇത്തിരി പണിയുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് പറഞ്ഞു. മോഹനേട്ടൻ പോയിട്ട് ലക്ഷ്മി പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടേക്കണം. ശരി. ടോണിക്ക് ഇനി ആപത്തൊന്നും ഉണ്ടാവരുതെന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. എന്താപത്തുണ്ടാകാനാ? അവിടെ പോലീസുകാരില്ലേ? പോലീസുകാട് വലിയ പോലീസുകാരൻ തന്നെയല്ലേ ഇപ്പൊ ആശുപത്രി കിടക്കുന്നേ. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല എനിക്ക്, ഞാൻ പോകും. അധികം ഇരുട്ടും മുമ്പേ വരണേ. എന്തേ? ദേ, ടോണിയെ പോലല്ല മോഹനേട്ടൻ. കുട്ടികളുണ്ട്, ലക്ഷ്മിക്കുട്ടിയുണ്ട്, ഈ ഞാനുണ്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മോളെ. വരട്ടെ. അയ്യോ, എണീക്കണ്ട, കിടന്നോളൂ. എനിക്കിവിടുന്ന് പോണം. മോൻ സാർ അവിടെ? ഞാൻ ഡോക്ടറോട് പറയാം. ടോണി എണീറ്റ് എന്നോട് പറയണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ലക്ഷ്മി മാത്രമേ ഉള്ളൂ അവിടെ? പിന്നെ ആരാ ഇത്ര സമയം നോക്കിയെന്നാ? നല്ല ആള്. ഇവിടെ പോലീസ് ഗാർഡ് ഇട്ടിരുന്നു. ചേട്ടൻ വിളിച്ചിട്ട് ഇപ്പൊ അയാൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ടോണിക്ക് വിശക്കുന്നുണ്ടോ? ലക്ഷ്മി ഡോക്ടറോട് പറയൂ, എനിക്ക് ഉടനെ പോണമെന്ന്. ശരി. ടോണി എണീറ്റു, ഉടനെ പോണെന്ന് പറയണു. അതെങ്ങനെയാ ഇപ്പൊ പോകാൻ പറ്റുക? ഹി ഹാസ് ടു അണ്ടർഗോ അനദർ ചെക്കപ്പ്. തന്നെയുമല്ല, മോഹൻ വരണമല്ലോ. എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ശരി. സാർ, ജോസഫ് എന്താ ഇവിടെ? ഇവിടെ വെയിറ്റ് ചെയ്യാൻ മോഹൻ സാർ വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞു? ഹോസ്പിറ്റൽ റിസപ്ഷനിൽ അങ്ങനെയാ പറഞ്ഞത്. മൈ ഗോഡ്. ജോസഫ് ഇറങ്ങുമ്പോ ലക്ഷ്മി ഉണ്ടോ? ഉണ്ടായിരുന്നു.
ഒരു കാര്യം ചെയ്യും, ലക്ഷ്മിക്ക് ഫോൺ ചെയ്ത് ടോണിയെ റൂമിന്റെ പുറത്തിറക്കരുതെന്ന് പറഞ്ഞു. ഞാൻ വരുന്നവരെ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ പറഞ്ഞു. ശരി. ചെക്കപ്പിന് കൊണ്ടുപോകണം. ടോണി ഒന്ന് പതുക്കെ എണീക്കൂ. ലക്ഷ്മിക്കൊരു ഫോണുണ്ട്. ഞാൻ ദേ വരുന്നു കേട്ടോ. സാർ, ഇഞ്ചക്ഷൻ സമയമായോ സാർ? ഹലോ, അതെ, ഇപ്പൊ റൂമിലുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും. ആ, ചേട്ടനോ? ആ, പെട്ടെന്ന് എത്തോ? മുമ്പിൽ വന്ന് തോറ്റു എന്ന് പറയാൻ നാണമില്ലല്ലോ. എല്ലാം നശിപ്പിക്കണമെന്നുണ്ടോ? ഇതുപോലൊരു അവസരം ഇനി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഉണ്ടാക്കും. Then do it fast. ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് കാര്യമില്ല മോഹൻ സാർ.
ലെറ്റ്സ് ബസ്റ്റ് ഹിം. അവന്റെ കമ്പനിയും വീടും എല്ലാം ഒരേ സമയത്ത്. പക്ഷെ ടോണി, അതിനു മുമ്പ് എന്റെ ഫാമിലിയെ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റും. ലെറ്റ്സ് ഗോ. ഗീതേ, നീ പിള്ളേരെ വേഗം ഒരുക്ക്, നമ്മൾ വീട്ടിൽ പോവാം. ഇത്ര പെട്ടെന്ന്? ചോദ്യം ഉത്തരവൊന്നും വേണ്ട, പെട്ടെന്ന് ലക്ഷ്മിയോട് പറ ഒരുങ്ങാൻ. അതിന് ലക്ഷ്മി ഇവിടെ ഇല്ലല്ലോ. പിന്നെ എവിടെ പോയി അവള്? അവള് ചേട്ടന്റെ കൂടെ അല്ലായിരുന്നോ ആശുപത്രിയില്? അവൾ ഇതുവരെ എത്തിയില്ല. ഇല്ല. അവൾ അവിടെ നിന്ന് നേരത്തെ പോന്നല്ലേ. അവള് പിന്നെ എവിടെ പോയി? ഹലോ. തുച്ഛമായ വ്യാപാരമാണിതെന്ന് എനിക്കറിയാം. അതെന്നെ കൊണ്ട് ചെയ്യിച്ചത് നിങ്ങൾ തന്നെയാണ്. ഞാൻ ലക്ഷ്മിയെ നിങ്ങൾക്ക് തിരികെ നൽകാം. ആ ക്യാസറ്റ് എനിക്ക് തന്നാൽ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യരുതെന്നും തിരിച്ചറിയാനുള്ള വിവരം അത് നിങ്ങൾക്കുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം മിസ്റ്റർ മോഹന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ വീണ്ടും വിളിക്കും അല്പം കഴിഞ്ഞ്. എന്തു പറ്റി സർ? ഗീതേ, നീ കുട്ടികളെ റെഡിയാക്കി. അവൾ ലക്ഷ്മിക്കുട്ടി ഖാലിദിന്റെ കയ്യിലാണ് ടോണി. ആ കാസറ്റ്. അപ്പൊ ഖാലിദ് ജയിക്കണമല്ലേ? ഖാലിദ് ജയിക്കുന്നതല്ല എന്റെ പ്രശ്നം. എന്റെ ലക്ഷ്മിക്കുട്ടി, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ആ കാസറ്റ് എടുക്ക് ടോണി. ഈ കാസറ്റ് കൊടുത്താൽ ലക്ഷ്മിക്കൊന്നും സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഹലോ. അതെ, ഞാൻ വരാം. ഇല്ല ഇല്ല, ആരും ഉണ്ടാവില്ല. അവള് ആ കാസറ്റിങ് തരും. തരാൻ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഓക്കെ? ഭയപ്പെടേണ്ട മിസ്റ്റർ മോഹൻ. ഖാലിദിനെ കണ്ടേ തീരുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. കൊണ്ടുവരാമെന്ന് പറഞ്ഞ ടേപ്പിംഗ് വന്നട്ടെ. അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ല എന്റെ പക്കലുള്ള ടേപ്പ്. എനിക്ക് ഖാലിദിനെയാണ് കണ്ടത്, കണ്ടേ പറ്റൂ. ഖാലിദ് വന്നില്ലെങ്കിലും ഖാലിദ് വന്നതിന് തുല്യമാണ് ഞങ്ങൾ. ആ ടേപ്പ് തരാനാ പറഞ്ഞത്. യെസ്, ജെയിംസ് അല്ലേ? അതെ, I am ഖാലിദ്. മോഹൻ വന്നില്ലേ? വന്നിട്ടുണ്ട്. എന്ത് പറയുന്നു? കണ്ടേ തീരുമെന്ന് പറയുന്നു. ഫോൺ കൊടുക്കൂ. ശരി, ഖാലിദാണ്. നിന്റെ സഹോദരി ലക്ഷ്മിയെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. അവരോടൊപ്പം വന്നേക്കുക. ഞാൻ പറഞ്ഞ ടേപ്പുമായി.
എന്നെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? എവിടെയാ ഒറിജിനൽ ടേപ്പ്? നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ നോക്കട്ടെ. രഘു, മോളെ ലക്ഷ്മി, ഖാലിദ്, അവളെ ഉപദ്രവിക്കരുത്. ടേപ്പിന്റെ കാര്യത്തിൽ എനിക്ക് അബദ്ധം പറ്റില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കും.
ലക്ഷ്മി എന്തോന്നു ഒന്ന് ചിരിച്ചിട്ട് താങ്ക്സ് പറഞ്ഞൂടെ ഉം?